ഈ ഒരു കാര്യം മനസ്സിലാക്കാതെയായിരിക്കും നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും ട്രേഡിങ്ങിലേക്ക് വരുന്നത്. ശരിക്കും നമുക്ക് ഈ ട്രേഡിങ്ങിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന പോലെ ഇതൊരു ഗാംബ്ലിംഗ് ആണോ? ഹായ്, മൈ നെയിം ഈസ് ഷെയ്സൻ ആൻഡ് ദിസ് ഈസ് മൈ ചാനൽ ട്രേഡ് ടോക്ക് ടു യു ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ആദ്യം തന്നെ ഞാൻ ഈ ചാനലിനെ പറ്റി പറയാം. അതായത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആക്ച്വലി ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ്. ഈ യൂട്യൂബിൽ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ ചാനലെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡിങ്ങിനെ പറ്റിയായിരിക്കും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വരുന്ന മെസ്സേജസ് ആണ്, അതായത് ട്രേഡിങ് പഠിപ്പിച്ച് തരുമോ അങ്ങനെയാണോ ഇങ്ങനെ. പക്ഷെ നമുക്ക് ഇൻസ്റ്റാഗ്രാംസിൽ വീഡിയോ ഇടുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയും കൂടി ലോങ് ഫോം ആയിട്ട് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റും. അതുവഴി നമുക്ക് ഇത്രയും കൂടി നോളജ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഈ ചാനലിൽ നമ്മൾ ബിഗിനേഴ്സ് കോൺസെപ്റ്റ് തൊട്ട് അഡ്വാൻസ് കോൺസെപ്റ്റ് വരെ നമ്മൾ സംസാരിക്കും. ബിഗിനേഴ്സിന് വേണ്ടിയാണ് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതായത് അവർക്ക് ട്രേഡിങ്ങിലേക്ക് കൂടുതൽ വരാനും ട്രേഡിങ് എന്താണെന്ന് മനസ്സിലാക്കാനുമാണ് നമ്മുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് എന്താണ് ട്രേഡിങ്? ട്രേഡിങ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സാധനം മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ ആവണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പലചരക്ക് കടയിൽ നിന്നിട്ട് സാധനം ഹോൾസെയിലായിട്ട് മേടിച്ചിട്ട് റീറ്റെയിൽ ആയിട്ട് വിൽക്കുന്നതും അതും ഒരു ട്രേഡിംഗ് ആണ്. പക്ഷേ നമ്മൾ പഠിക്കുന്ന ട്രേഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലും സ്റ്റോക്സ്, ബോൺസ്, കറൻസീസ് ഒക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരുപാട് ട്രേഡിംഗ് കാറ്റഗറീസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഏത് വേണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഞാനിപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് സ്റ്റോക്സ് ട്രേഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്സ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോറിൻ കറൻസീസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ ഒരെണ്ണമാണ് ക്രിപ്റ്റോയും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ക്രിപ്റ്റോ കറൻസി പേഴ്സ്, ബിറ്റ് കോയിൻ, എത്തേറിയം, ഇതൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഈ ട്രേഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു വില കുറവ് നോക്കി മേടിക്കുക, എന്നിട്ട് അത് വില കൂടുമ്പോൾ നമുക്കത് വിൽക്കുക. അതാണ് ഒരു ബേസിക് സിമ്പിൾ കോൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ. ഈ ട്രേഡിങ്ങിൽ നമ്മൾ വില കുറവിൽ മേടിക്കുന്നത് മാത്രമല്ല, ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് വില കൂടി നിൽക്കുമ്പോൾ മേടിച്ചിട്ട് വില കൂടി നിൽക്കുമ്പോൾ വിറ്റിട്ട് വില കുറയുമ്പോൾ മേടിക്കുന്ന ഒരു സംഭവം, അത് ഷോർട്ട് സെല്ലിംഗ്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് ഞാൻ ഒരു ബേസിക് കോൺസെപ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതാണ് ട്രേഡിംഗ്. ട്രേഡിംഗ് പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അതായത് ഒരു ദിവസത്തിൽ ചെയ്യുന്നവരുണ്ട്, ഒരു മാസത്തിൽ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ലോങ് ടേം ചെയ്യുന്നവരുണ്ട്. ഈ ലോങ് ടേം ചെയ്യുന്നവരെ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. അതായത് അതാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന കാറ്റഗറി. നമ്മൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ഇൻവെസ്റ്റിംഗ്. ട്രേഡേഴ്സ് അധികം നാള് അവർ മേടിക്കുന്ന അസറ്റ്സ് ഹോൾഡ് ചെയ്യില്ല. അതായത് ചിലവർ ഒരു ദിവസമൊക്കെ ഹോൾഡ് ചെയ്യും. അതായത് ഒരു ദിവസത്തിനുള്ളിൽ മേടിച്ച് വിൽക്കുന്നതിനെ നമ്മൾ ഇൻട്രാഡേ എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയും. അതുപോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ വിൽക്കുന്ന അല്ലെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ വിൽക്കുന്നവരെ നമുക്ക് സ്വിംഗ് ട്രേഡേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയും. ഒരു കൊല്ലോ അതിലും മേളിലൊക്കെ ഹോൾഡ് ചെയ്യുന്നവരെയാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് കാറ്റഗറിയിലല്ല. അവരുടെ വ്യൂ എന്ന് പറഞ്ഞാൽ തന്നെ ലോങ് ടേം ആയിരിക്കും. പക്ഷേ ട്രേഡേഴ്സിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് അവർ അച്ചീവ് ചെയ്യും. അതാണ് അവരുടെ ഒരു കോൺസെപ്റ്റ്. ഇനി അടുത്തതാണ് എല്ലാവർക്കും മെയിൻലി ഉണ്ടാവുന്ന ഒരു ചോദ്യം. ട്രേഡിങ്ങിൽ നിന്ന് നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റും, ഒരു ഇൻകം സോഴ്സ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഓഫ് കോഴ്സ് നമുക്ക് ട്രേഡിങ്ങിൽ നിന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ നാട്ടിൽ കാണുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ട്രേഡിങ്ങിലേക്ക് വരുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ്. ലക്ഷറി ലൈഫ് സ്റ്റൈല്, ദുബായിൽ സെറ്റിൽ ആവുന്നു, അതൊക്കെ കണ്ടിട്ടാണ് കൂടുതൽ ആൾക്കാരും ട്രേഡിങ്ങിലേക്ക് വരുന്നത്. അതൊക്കെ പറ്റില്ല എന്നല്ല, ഓഫ് കോഴ്സ് പറ്റും. പക്ഷെ അതൊന്നും ബിഗിനർ ഫ്രണ്ട്ലി അല്ല. അതൊക്കെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ടൈം എടുത്ത് കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. ഫാസ്റ്റ് ആയിട്ട് മണി ഉണ്ടാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആക്ച്വലി ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ആദ്യം മാറ്റണം. അതായത് നമ്മൾ ആദ്യം ട്രേഡിങ് പഠിക്കണം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിനേലും കഷ്ടപ്പാടാണ് ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാനായിട്ട്. പൊതുവെ എന്നോട് ഡൗട്ട് ചോദിക്കുന്നവരോട് ഞാൻ ക്ലിയർലി പറയാറുള്ളതാണ്, ആദ്യമേ പഠിക്കുക. അതായത് 2, 3, 4, അതായത് ഒരു കൊല്ലം എടുത്തിരുന്ന് പഠിച്ചാലും നമുക്കത് നഷ്ടമില്ല. പഠിച്ചതിന് ശേഷം മാത്രം ട്രേഡിങ്ങിലേക്ക് വരിക. അതാണ് ഞാൻ എല്ലാവരോടും പൊതുവെ പറയാറുള്ള ഒരു കാര്യം. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതായത് ഒന്നും പഠിക്കാതെ കുറെ പേര് മാർക്കറ്റിലേക്ക് വരുന്നു, നമ്മൾ പൈസ ഇടുന്നു, പൈസ പോകുന്നു, എന്നിട്ട് നമ്മൾ ട്രേഡിങ്ങിനെ കുറ്റം പറയുന്നു, അതൊരു ഗാംബ്ലിംഗ് ആണെന്ന് പറയുന്നു. പക്ഷെ അതല്ല സംഭവം. നമ്മൾ പഠിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും.
അതും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ ഇൻകം ഒന്നും അല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിനനുസരിച്ച് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻകം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കില്ലുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കില്ലുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാം, നിങ്ങൾക്ക് ലാർജ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം, ലാർജ് റിട്ടേൺസ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. പക്ഷെ റിയാലിറ്റി എന്ന് പറയുവാണെങ്കിൽ തുടക്കക്കാർക്ക് ട്രേഡിങ്ങിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ നല്ല ടൈം എടുക്കും. ട്രേഡിങ്ങിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഔട്ട്ലുക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ്ലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ബിഗിനേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ട്രേഡിങ് എന്താണെന്നും ട്രേഡിങ്ങിന്റെ ഓരോ കോൺസെപ്റ്റ്സും നമ്മൾ ഈ ചാനലിൽ കവർ ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ പറ്റി പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. നമ്മൾ ഫോളോ അപ്പ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.